മലപ്പുറം കാളികാവിലെ കടുവയെ പിടികൂടാനുള്ള ദൗത്യം തുടരുന്നു. കടുവയെ കണ്ടെത്തുന്നതുവരെ ദൗത്യം തുടരുമെന്ന് ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ഉമാ ത്യാഗസുന്ദരം പറഞ്ഞു. പ്രദേശത്ത് സ്ഥാപിച്ച ക്യാമറകളിൽ കടുവയുടെ സാന്നിധ്യം കണ്ടെത്താനായിട്ടില്ല. 20 പേരടങ്ങുന്ന 3 അംഗ സംഘമാണ് ഇന്ന് കാളികാവ് മേഖലയിൽ തിരച്ചിൽ നടത്തുന്നത്. പ്രദേശത്ത് സ്ഥാപിച്ച 50ഓളം ക്യാമറകളിൽ ദൃശ്യങ്ങളടക്കം പരിശോധിച്ചു വരികയാണ്. ഇന്നലെ ആക്രമണമുണ്ടായ പ്രദേശത്ത് കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈയിടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആദ്യ തിരച്ചിൽ. 2 കുങ്കിയാനകളെയാണ് തിരച്ചിലിനായി ഉപയോഗിക്കുന്നത്. ഇതിൽ ഒരാനയെ ഇന്നലെ എത്തിച്ചിരുന്നു. വയനാട്ടിൽ നിന്ന് കോന്നി സുരേന്ദ്രന് കൂടി ദൗത്യത്തിനായി വൈകിട്ടോടെ എത്തിക്കും. ദൗത്യത്തിനായി തെർമൽ ഡ്രോണുകളും ഉപയോഗിക്കുമെന്ന് CCJ ഉമാ ത്യാഗസുന്ദരം പറഞ്ഞു. ഇപ്പോൾ ഇന്ന് തെരച്ചിലിന് സമയത്ത് അവർക്ക് പഗ് മാർക്ക്, റാക്കിംഗ് മാർക്സ്, ഇതുള്ള ഒരു സൈൻ മാർക്സ് നമുക്ക് കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് നാരോ ഡൗൺ ചെയ്യാൻ കഴിയും. കടുവയെ ഉടൻ പിടികൂടാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഡോക്ടർ അരുൺ സക്രിയയും പ്രതികരിച്ചു. 50ഓളം ക്യാമറ ട്രാപ്പ് ഡിപ്ലോയ് ചെയ്യുന്നുണ്ട്. ഒരു ഗ്രിഡാക്കി ഈ ഡാറ്റ കൂട്ടി വരുമ്പോൾ നമുക്കൊരു ഫൈനലി ഒരു ഐഡിയ കിട്ടും. അവിടേക്ക് നമ്മൾ കയറുക ചെയ്യാം. കടുവയെ പിടികൂടുന്നതിനായി 2 കൂടുകൾ ഇന്ന് സ്ഥാപിക്കും. കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചാൽ ആനകളുമായി ദൌത്യസംഘം കാട് കയറും. അതേസമയം പ്രദേശത്ത് നിരന്തരമായി കടുവയുടെ സാന്നിധ്യമുണ്ടെന്ന പരാതി നൽകിയിട്ടും വനംവകുപ്പ് നടപടിയൊന്നും എടുത്തിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതിനിടെ കൊല്ലപ്പെട്ട ഗഫൂറിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു. കഴുത്തിനേറ്റ ആഴത്തിലുള്ള കടിയും അമിത രക്തസ്രാവവും മരണത്തിനിടയാക്കിയെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. അടക്കാക്കുണ്ടിലിറങ്ങിയ നരഭോജി കടുവയെ പിടികൂടാൻ കാടടക്കിയുള്ള തിരച്ചിലാണ് വനംവകുപ്പ് നടത്തുന്നത്. എന്നാൽ ഇതുവരെ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടില്ല. എത്രയും പെട്ടെന്ന് കടുവയെ പിടികൂടാനാകുമെന്ന പ്രതീക്ഷയിലാണ് വനംവകുപ്പും നാട്ടുകാരും. ക്യാമറ പേഴ്സൺ ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം ഫൈസൽ നെടുമ്പാല, മീഡിയ 1, മലപ്പുറം.